മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ബന്ധു ഷിബു ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അദ്ദേഹത്തിനോടാണ്. ഷിബു, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നൊക്കെ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. ഇത്തരത്തിൽ സിദ്ധാർത്ഥന് വേറെ എന്തെങ്കിലും കോളേജിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടോ മുമ്പ്? ഇല്ല മാഡം, അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും മുൻകാലങ്ങളിലൊന്നും പറഞ്ഞിട്ടില്ല. അവന് വളരെ ഹാപ്പി ആയിരുന്നു. കോളേജിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുമായിരുന്നു. വേറെ വിഷയങ്ങളൊന്നുമില്ല. കോളേജ് നല്ല താല്പര്യത്തോടു കൂടി പൊയ്ക്കൊണ്ടിരുന്ന കുട്ടിയാണ്. വേറെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറയാറില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടായതായൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഇപ്പോൾ 6 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്, എന്താണ് തോന്നുന്നത്? പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുടുംബത്തിന്? അതെ, ഇപ്പൊ നമ്മള് ഇത് പ്രശ്നം പറയുന്നത് ഇപ്പൊ ഉണ്ടായ പ്രശ്നമാണ്. മുൻകാലങ്ങളിലാണ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലും 14-ാം തീയതിയുള്ള വാലന്റൈൻസ് ഡേറ്റ് ബന്ധപ്പെട്ട് അവിടെ എന്തോ ഒരു ഡാൻസ് പ്രോഗ്രാം എന്തോ നടന്നെന്നും അതുമായിട്ട് അനുബന്ധിച്ചുണ്ടായ ചെറിയ പ്രശ്നങ്ങളിലാണ് ഇവന് സീനിയേഴ്സ് അവരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അതോടെയാണ് 15-ാം തീയതി നാട്ടിലേക്ക് വന്ന കുട്ടിയെ തിരിച്ചു വിളിച്ചാണ് അവര് അപായപ്പെടുത്തിയിരിക്കുന്നത്. ആ പോയി 16-ാം തീയതി മുതൽ നിരന്തരം പീഡിപ്പിക്കുകയായിരുന്നു. നിരന്തരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 130ഓളം കുട്ടികളുടെ മുന്നിൽ വച്ച് പരസ്യ വിചാരണ നടത്തുകയും വിവസ്ത്രനാക്കി അടിക്കുകയും 2 ബെൽറ്റ് മുറിയുന്നത് വരെ അടിക്കുകയും ഇത് പാറപ്പുറത്ത് എന്തോ അങ്ങനെയുള്ള സ്ഥലത്ത് എവിടെയോ കൊണ്ടുപോയി അടിക്കുകയും അത്തരത്തിൽ പിന്നെ എന്തോ കട്ടിയുള്ള വസ്തു കൊണ്ട് അടിച്ചു എന്നാണ് ഞങ്ങൾക്ക് ആദ്യം അറിയാൻ കഴിഞ്ഞത്. അതിപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അതിൽ വ്യക്തമായി അറിയാം. കമ്പി പോലെയുള്ള വസ്തു കൊണ്ട് തലയ്ക്കടിച്ച് തലയിൽ ബാക്ക് സൈഡിൽ പൊട്ടലുണ്ട്, കഴുത്തിലും മുറിവുണ്ട്, നെഞ്ചിലും മുറുകിലും ധാരാളം മുറിവുകളുണ്ട്. വയറിൽ ചവിട്ടും തറയിൽ കിടത്തി ചവിട്ടിയതിന്റെയൊക്കെ പാടുകളുണ്ട്. കാലിൽ വയറ് കെട്ടി വലിച്ചോണ്ട് പോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആ കോളേജിലുള്ള ചില ഒരു അധ്യാപകൻ നമുക്ക് നൽകിയ ഒരു വിവരമാണ്. അദ്ദേഹത്തിന് വധഭീഷണി ഉള്ളതുകൊണ്ട് അദ്ദേഹം വളരെ തുറന്നു പറയാറില്ല, ആരാണെന്നൊന്നും പറയുന്നില്ല. അപ്പൊ അത്തരത്തിലാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഇതിൽ നിന്നെല്ലാം കൊടിയ പീഡനം അവൻ അവിടെ അനുഭവിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. തുടർന്ന് ആണ് 18-ാം തീയതിയോടുകൂടിയാണ് നമുക്ക് അവൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അറിയാൻ കഴിഞ്ഞത്. അതുവരെ ഇതിനു മുന്നേ 15-ാം തീയതിക്ക് മുന്നേ വരെ ആ കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ടൊന്നും അവൻ ധരിപ്പിച്ചിട്ടില്ല. 18-ാം തീയതി മരണ വാർത്തയോടുകൂടിയാണ് ആ സമയങ്ങളിലും അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് പറഞ്ഞിട്ടില്ല. അമ്മ വിളിക്കുമ്പോൾ ഞാൻ കഴിച്ചു കിടക്കുന്നു എന്നുള്ള 2-3 വാക്കുകൾ അല്ലാതെ വേറൊന്നുമില്ല. ഇതിനിടയിൽ അവനെ പല പ്രാവശ്യം അമ്മ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടാത്ത സമയങ്ങളിൽ അവന്റെ സുഹൃത്തായ അക്ഷയെയോ റഹാനെയോ ഒക്കെ വിളിക്കാറുണ്ട്. അവരാരും തന്നെ ഈ വിവരം അവന് ഈ സ്ഥിരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിവരം അറിയിക്കുകയോ അല്ലെങ്കിൽ അവരുടെ രക്ഷകർത്താക്കളെങ്കിലും ഇങ്ങനെ ഒരു വിഷയമുണ്ട്, കൊടിയ പീഡനമാണ്, അവന് എന്തായാലും ഡോക്ടർ സഹായം വേണ്ടി വരും എന്നുള്ള രീതിയിൽ പോലും ഈ കൂടെ നിന്ന കുട്ടികൾ പോലും ആരെയും വിളിച്ചറിയിച്ചില്ല. ഒരു സംശയം, അപ്പോ സിദ്ധാർത്ഥ് മരിച്ചതിന് ശേഷമാണോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സിദ്ധാർത്ഥിന് നേരെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നത്? അതെ മാഡം, അതെ. മരിച്ച സമയത്തും അറിയുന്നില്ല. നമ്മൾ കോളേജിൽ പോകുമ്പോൾ ഡീൻ ഉൾപ്പെടെയുള്ള അധ്യാപകർ ഞങ്ങളോട് പറയുന്നത് അവൻ എന്തോ മാനസിക വിഷയം കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ഡീൻ പറയുന്നത്. എന്നിട്ട് ഡീൻ പറയാണ് ഈ കാര്യം എനിക്ക് അറിയാവുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ പോലീസ് പറയും, പോലീസിന് എന്തറിയാമോ അത് മാത്രമേ എനിക്കും അറിയാവുള്ളൂ, മറ്റുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. കൂടെ നിന്ന് അധ്യാപകർ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മറ്റുള്ള വിദ്യാർത്ഥികളെ ഞങ്ങൾക്ക് കോളേജിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഡീനിനോട് ചോദിച്ചു, സാർ എനിക്ക് ആ ഹോസ്റ്റൽ റൂമോ അവൻ ഇത് ചെയ്തെന്ന് പറയുന്ന ബാത്റൂമോ കാണാൻ കഴിയുമോ, അല്ലെങ്കിൽ കുട്ടികളോട് സംസാരിക്കുക, അതൊന്നും കഴിയില്ല. അതിനൊക്കെ നിങ്ങൾ പോലീസിനായിട്ട് ബന്ധപ്പെടണം, എനിക്കത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നേരെ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോവുക, ഞങ്ങൾ അവിടെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനെ തുടർന്നാണ് ഞങ്ങൾ സുൽത്താൻ ബത്തേരി ഹോസ്പിറ്റലിൽ പോകുന്നതും ഇൻക്വസ്റ്റിയുടെ ഭാഗമായിട്ട് ബോഡി കണ്ടപ്പോഴാണ് ഇത്തരത്തിലുള്ള മുറിവുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നതും സംശയം ഉന്നയിക്കാൻ തുടങ്ങിയതും. അതോടൊപ്പം അവിടെ വച്ച് തന്നെയാണ് നമ്മുടെ കോളേജിന്റെ PTA പ്രസിഡന്റ് എന്നോട് എന്റെ നമ്പർ ചോദിക്കുകയും അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തരികയും ചെയ്തു. തുടർന്ന് എന്നോട് പറഞ്ഞു, ഇത് ഒരു സാധാരണ മരണമല്ല, ഇത് അടിപിടി ഇവിടെ നടന്നിട്ടുണ്ട്, ആ കുട്ടിയുടെ അമ്മയെ കൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം. അതോടുകൂടിയാണ് ഞങ്ങൾ ഇത് വ്യക്തമാക്കിയത്, ഇത് സാധാരണ മരണമല്ല. അത് അപ്പോൾ ഉണ്ടായിരുന്ന SIയോട് അത് ധരിപ്പിക്കുകയും ചെയ്തു. പുള്ളി പറഞ്ഞത് ഇത് സാധാരണ മരണമാണ്, വേറെ വിഷയങ്ങളൊന്നും കാണുന്നില്ല, നിങ്ങൾ ബോഡി ഏറ്റുവാങ്ങണം. ഞങ്ങൾ ഏറ്റുവാങ്ങി. അപ്പോൾ ഡീന് എന്നോട് പറഞ്ഞു പൊതുദർശനത്തിന് വെക്കണം, സഹായിക്കണം
സാധാരണ കോളേജിൽ ഒരു ഇതേപോലെ എന്തെങ്കിലും മരണം സംഭവിച്ചാൽ അവരായിരിക്കും നേതൃത്വത്തിൽ ഇതൊക്കെ നടത്തി പൊതുദർശനം വച്ചായിരിക്കും ബന്ധുക്കളെ ഏൽപ്പിക്കുന്നത്. ഇത്തരത്തിൽ എന്താണ് ഇത് ഡീനിനെ പോലുള്ള ഒരാൾ ചോദിക്കുന്നുവെന്ന് വിചാരിക്കുകയും ചെയ്തു. ഞാൻ അത് സമ്മതിക്കുകയും ചെയ്തു. പൊതുദർശനത്തിനോടനുബന്ധിച്ചാണ് അവിടെയുള്ള ഒരു അധ്യാപകൻ ഞങ്ങൾക്ക് രഹസ്യമായിട്ട് നമ്പർ തരികയും ഈ വിവരങ്ങളെല്ലാം നമ്മളെ ധരിപ്പിച്ചതും തുടർന്നാണ് നമ്മൾ കേസുമായിട്ട് മുന്നോട്ട് പോയതും ADGPക്ക് ആദ്യം തന്നെ പരാതി കൊടുക്കുകയും അതിനോടൊപ്പം അവിടെ ഈ അധ്യാപകരും മറ്റുള്ളവരും ഡൽഹി ഉള്ള ആന്റി റാഗിംഗ് കമ്മിറ്റി അറിയിച്ച് അവിടെ കമ്മിറ്റി കൂടിയാണ് 12 പേരെ സസ്പെൻഡ് ചെയ്തത്. അതിനോടൊപ്പമാണ് ബാക്കിയുള്ള പ്രോസസ് നടന്നത്. അതെ, ഇനിയും ഈ ആരോപണങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് വെച്ചു. ഓക്കെ, നന്ദി ഷിബു പ്രതികരിച്ചതിന്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്.